Okay, good morning. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ സെക്കൻഡ് ക്ലാസ് ആണെന്ന്. സോ 120 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, സോ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, പഠിച്ചായിരുന്നോ കഴിഞ്ഞ ദിവസം എടുത്തത്? 120 ക്വസ്റ്റ്യൻസ് വരെ ഞാൻ പഠിക്കാൻ പറഞ്ഞായിരുന്നു. പഠിച്ചായിരുന്നോ എല്ലാരും? ഹെഡ് റൂമിന്റെ ഹൈറ്റ് എത്രയാണ് നമ്മൾ കൊടുക്കാറ്? ഹെഡ് റൂമിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാണ് ഞാൻ പറഞ്ഞത്? 2.2. 2.2. ഇനി ദി ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ഫേസ് ഓഫ് ദി വാൾ. അന്ന് എന്താ പറയാ? ദി ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ഫേസ് ഓഫ് ദി വാൾ. Header. Okay. It is strengthening of a foundation by strengthening of a new foundation by creating a foundation from below the existing one. That condition is called underpinning. Okay. Then a brick which is half as wide as full brick. ഏതാണ് ആ ടൈപ്പ്? ക്ലോസർ ഏതാണ്? Queen closer. Queen closer. Okay. Then actual size of standard brick? 19 by 9. Okay. അപ്പൊ നമ്മൾ എടുക്കുന്നത് അന്ന് തന്നെ പഠിച്ചിട്ട് പോക്കോളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 120 വരെയാണ് നമ്മൾ എടുത്തത്. എന്താണ്? ഹലോ. മിസ് ഇതില് 40ാമത്തെ ക്വസ്റ്റ്യൻ വിഡ്ത്ത് ഓഫ് ഫയർ എസ്കേപ്പ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 40. വിഡ്ത്ത് ഓഫ് ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 90 ആണോ 75 ആണോ? ഷാൽ നോട്ട് ബി ലെസ് ദാൻ 90 ആണല്ലോ. അത് പ്രീവിയസ് ഡിസ്കഷനിൽ 75 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെർച്ച് ചെയ്തപ്പോഴും 75 ആണ് കണ്ടത്. ആണോ? ഞാനൊന്നുകൂടെ നോക്കി നോക്കാം. പറഞ്ഞതുകൊണ്ടൊരു കൺഫ്യൂഷൻ. ഓക്കെ 90 സെന്റിമീറ്റർ വരെ കൊടുക്കാം എന്നാണ്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ വരുമ്പോ മിനിമം. ഓക്കെ ഞാൻ നോക്കാട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഞാൻ വായിക്കാം, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് അറിയാണ്ട് പറയാം ട്ടോ. ദി ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദി ഫേസ് ഓഫ് ദി വാൾ ഈസ് കോൾഡ് കോഴ്സ്, സ്ട്രെച്ചർ, ഹെഡർ, ക്ലോസർ. നമ്മൾ നേരത്തെ പെർപെൻഡിക്കുലർ ടു ഫേസ് ഓഫ് ദി വാൾ പറഞ്ഞു, ഹെഡർ ആണ്. പാരലൽ ടു ഫേസ് ഓഫ് ദി വാൾ വരുമ്പോ ഏതായിരിക്കും വരാം? സ്ട്രെച്ചർ. ഓപ്ഷൻ ബി. നിങ്ങള് റൺ ഫയലിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഓരോന്ന്. അടുത്തത് 122. ദി ഇനീഷ്യൽ ലീഡ് ഫോർ എർത്ത് വർക്ക് ഈസ് 50 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 100 മീറ്റർ. എത്രയാണ് വരാം ഇനീഷ്യൽ ലീഡ്? 50 മീറ്റർ. നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത് ദി ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസണറി അഡോപ്റ്റഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഈസ് ഡ്രൈ റബിൾ മേസണറി, കേഴ്സ്ഡ് റബിൾ മേസണറി, പോളിഗണൽ റബിൾ മേസണറി, റാൻഡം റബിൾ മേസണറി. ഏതാണ് ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസണറി അഡോപ്റ്റഡ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്? ഏതാണ് വരാ? എ അല്ല, ബി. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് 124. എ ഹൊറിസോണ്ടൽ മോട്ടാർ ജോയിന്റ് ഓൺ വിച്ച് മേസണറി യൂണിറ്റ്സ് ആർ ലേഡ് ഈസ് കോൾഡ് പെർപെൻസ്, ലാപ്പ്, ബെഡ്, ഫ്രോഗ്. എവിടെയാണ് നമ്മൾ ഈ മേസണറി യൂണിറ്റ്സ് ഒക്കെ അടുക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെയാണ്? ബെഡ്. ഓപ്ഷൻ സി. അടുത്തത് ദി വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഷട്ടർ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ഈസ് കോൾഡ്. വെർട്ടിക്കൽ മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ വരിക? റെയിൽ, സ്റ്റൈൽ, അപ്രൈറ്റ്, പോസ്റ്റ്. ഏതായിരിക്കും വെർട്ടിക്കൽ മെമ്പർ ഓഫ്? ഓക്കെ, വെർട്ടിക്കൽ മെമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റൈലാണ്. Then the type of pile which is driven at an inclination to resist inclined force is known as friction pile, sheet pile, batter pile, anchor pile. ചെരിഞ്ഞു കൊടുക്കുന്ന ബാറ്റർ പൈൽ.
ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൈല് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റർ പൈലാണ്. ദെൻ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ ഏതാണ് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ? Soffit. ഓപ്ഷൻ ഡി സോഫിറ്റ്. അടുത്തത് വെൻ 2 or more footings are connected by a beam. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബീം ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്, മാറ്റ് ഫൂട്ടിംഗ്. ഏതായിരിക്കും? ഒരു ബീം വെച്ച് Combined ആണ്. കമ്പൈൻഡ് ആവും. വെൻ 2 or more footings are connected by a beam. ടു ഓർ മോർ ആണ് പറഞ്ഞിരിക്കുന്നത്. 2 footings അല്ല പറഞ്ഞിരിക്കുന്നത്. 2 or more. അപ്പൊ എന്തായിരിക്കും? സ്ട്രാപ്പ് കണക്റ്റഡ് ബൈ ബീം, ദാറ്റ് ഈസ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. ആ ബീം ലോഡൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ദി ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ എ ബ്രിക്ക് മേസണറി ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഒരു കോഴ്സിൽ ആൾട്ടർനേറ്റ് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും ഉണ്ട്. അത് ഏത് ബോണ്ടാണ്? ഇംഗ്ലീഷ് ബോണ്ട്, സ്ട്രെച്ചിങ് ബോണ്ട്, ലെവലിംഗ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. ഏതായിരിക്കും? Flemish bond. ഫ്ലെമിഷ് ബോണ്ട്. ഇനി ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഓരോ ലെയർ ഓരോ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഓരോ ലെയർ ഹെഡേഴ്സ്, അത് കഴിഞ്ഞ സ്ട്രെച്ചർ. ഇനി സ്ട്രെങ്ത് കൂടിയ ബോണ്ട് ഏതാ? English bond. ഇംഗ്ലീഷ് ബോണ്ട്. The vertical joints separating the bricks in either length or cross directions are known as toothing, perpends, erasers, raking back. Vertical joints. Perpends. Option B, perpends. Next term, a junction in masonry which is formed when 2 walls meet each other at an angle other than right angle without making a coin is called. ഏതായിരിക്കും? ബ്രേക്കിംഗ് ബോണ്ട്, ക്രോസ് ജംഗ്ഷൻ, സ്ക്വിൻഡ് ജംഗ്ഷൻ, ഡച്ച് ബോണ്ട്. Squint junction. ഒരു ഇന്റീരിയർ വാള് ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് വാളായിട്ട് അതർ ദാൻ 90 ഡിഗ്രി മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്വിൻഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ റയറിലാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അത് അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റയർലി യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് അത്. അതിൽ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെമിഷ് ബോണ്ട്, ഏതാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിങ്ങനെയും ചോദിക്കാം. ഒരു ഇന്റേണൽ വാള്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ വാൾ അതർ ദാൻ 90 ഡിഗ്രി എന്നുള്ള ഒരു കീവേഡ് നോക്കി വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് സ്ക്വിൻഡ് ജംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തത് നെയിം ദി ടൈപ്പ് ഓഫ് ഫോം വർക്ക് വിച്ച് ആർ റേസ്ഡ് വൈൽ ദി കോൺക്രീറ്റ് ഇസ് ഇൻ എ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. സ്റ്റീൽ ഫോം വർക്ക്, ടിംബർ, ട്രസൽ ആൻഡ് സ്ലിപ്പ് ഫോം വർക്ക്. ഏതായിരിക്കും വരിക? അതായത് കോൺക്രീറ്റ് ഒരു പോറിംഗ് സ്റ്റേജിലായിരിക്കും. ഇത് ഫോം വർക്ക് റേസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇങ്ങനെ പോർ ചെയ്യണതിനനുസരിച്ച്, കോൺക്രീറ്റ് പോർ ചെയ്യണതിനനുസരിച്ച് നമ്മൾ ആ ഫോം വർക്ക് ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കും. ആ ടൈപ്പ് ഫോം വർക്കിനെ എന്തായിരിക്കും പറയാന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈപ്പ് ആയിരിക്കും അത്? ഓപ്ഷൻ ഡി, സ്ലിപ്പ് ഫോംസിന്, ആ ഫോമിനാണ് അതിന് പറയാ. അത് നോർമലി നമ്മൾ എന്താ പറയാ, ഈ ടോൾ സ്ട്രക്ചേഴ്സിനൊക്കെ. ഓക്കെ, അപ്പൊ ഈ കോൺക്രീറ്റ് പോർ ചെയ്യണതിനനുസരിച്ച് നമ്മൾ ആ ഫോം വർക്ക് മുകളിലേക്ക് റേസ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഹൊറിസോണ്ടൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് റോഡിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ടൈപ്പാണ്. ഓക്കെ, പിന്നെ എക്കണോമിക്കൽ ആണ്. എക്കണോമിക്കൽ ആവുന്നത് എപ്പോഴാണ്? ഈ സ്ലിപ്പ് ഫോംസ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഫോർ ബിൽഡിങ്സ് മോർ ദാൻ 10 സ്റ്റോറി എബവ് ഉള്ള ഹൈറ്റ് ഉള്ള, അതായത് ടോൾ ബിൽഡിങ്സിനാണ് നോർമലി ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ഫോം വർക്ക് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ കേട്ടോ. 10 മീറ്റർ ഹൈറ്റ് എബവ് ആവുമ്പോഴാണ് ഈ ഒരു ഫോം വർക്ക് ഈ ഒരു ടൈപ്പ് എക്കണോമിക്കൽ ആവാറുള്ളത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് ഈസ് അതർവൈസ് നോൺ ആസ്. ഏതാണ്? സിൽവർ ലോക്സ് ബോണ്ട്, മോങ് ബോണ്ട്, ബൗണ്ടറി വാൾ ബോണ്ട്, സെന്റ് ആൻഡ്രൂസ് ക്രോസ് ബോൾ ബോണ്ട്. ഏതാ വരിക? ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിന്റെ വേറൊരു നെയിം നോട്ട് ചെയ്ത് പഠിക്കുക. സെന്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്. ഓപ്ഷൻ ഡി, സെന്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്. ഇങ്ങനത്തെയൊക്കെ ട്രേസർ ലെവല് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഈ ബോണ്ടിൽ നിന്ന് കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ ചോദിക്കും. ഓക്കെ, നമ്മള് ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. പക്ഷെ കുറച്ചുകൂടി ഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്തത് the wall which supports this face of a solid ground is known as.
Retaining wall, breast wall, cavity wall, both A and B. ഏതാണ് വരുന്നത്? The wall which support the face of a solid ground. Option B, breast wall ആണ്. Both A and B അല്ല, breast wall ആണ് കേട്ടോ അതിന്റെ കീ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഇതിന്റെയും അതുപോലെ റിട്ടേണിംഗ് വാളിന്റെയും ക്വസ്റ്റ്യൻസ് വരുന്നത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചോളൂ. ഓക്കെ, അതിൽ PSC കീ വരുന്നതിനനുസരിച്ചാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ റാങ്ക് ഫയലില്. അതൊന്ന് വായിച്ചിട്ട് പഠിച്ചോളൂ. രണ്ടും കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഏതാണെന്നുള്ളതൊന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് ദി വിൻഡോസ് യൂസ്ഡ് with the object of providing light and air to the enclosed space below the roof is called dormer window, corner window, bay window, clerestory window. ഏത് ടൈപ്പ് വിൻഡോ ആണ്? The window used with the object providing light and air. എന്തിനു വേണ്ടിയിട്ട് ഏത് വിൻഡോ ആണ്? Dormer window. Option A. ഇനി അടുത്തത് coupled roof is suitable for span up to 3.5 meter, 5 meter, 6.5 meter, then 8 meter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കപ്പിൾ ക്ലോസ്ഡ് റൂഫിന്റെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് കപ്പിൾ റൂഫാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എത്ര സ്പാൻ വരുന്നത്? 3.5 മീറ്റർ ആണ്. ഓപ്ഷൻ എ. കപ്പിൾ ക്ലോസ്ഡ് റൂഫ് ആണെന്ന് വെച്ചാൽ അതിന് എത്ര വരുന്ന സ്പാൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 4.2 ആണ്. ഓക്കെ, കപ്പിൾ റൂഫ് ആവുമ്പോൾ 3.5ഉം ക്ലോസ്ഡ് കപ്പിൾ റൂഫ് ആവുമ്പോൾ 4.2. അതുപോലെ പെൻ റൂഫ് ആവുമ്പോൾ എത്ര വരുന്ന സ്പാൻ? പെൻ റൂഫ് വരുമ്പോൾ 2.4 ആണ് വരുന്നത് കേട്ടോ. 2.4 ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ അതിന്റെ സൈഡിൽ തന്നെ എഴുതി വരാം. ഓക്കെ, അപ്പൊ നമുക്കത് ഓർത്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കപ്പിൾ റൂഫ് ആവുമ്പോൾ കുറവും ക്ലോസ്ഡ് കപ്പിൾ ആവുമ്പോൾ 4.2 ആണ് വരും. ഓക്കെ, ഇനി അടുത്തത് ട്രസ് suitable for roof of span varying from 8 meter to 12 meter is queen post, mansard, king post, truncated. ഏതിനാണ് 8 to 12 വരുന്ന സ്പാൻ? ക്വീൻ പോസ്റ്റ്. കിങ് പോസ്റ്റിന് എത്രയായിരുന്നു നമ്മൾ സ്പാൻ പറഞ്ഞത്? 5 to 8. അപ്പൊ അത് അതിന്റെ അടുത്ത് തന്നെ എഴുതിയിടാം. ക്വീൻ പോസ്റ്റ് ആവുമ്പോൾ 8 to 12ഉം കിങ് പോസ്റ്റ് ആവുമ്പോൾ 5 to 8 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, കിങ് പോസ്റ്റ് ആവുമ്പോൾ കുറവാണ് സ്പാൻ വരുന്നത്. അടുത്തത് ദി പ്രോസസ് ഓഫ് അപ്ലൈയിങ് സിമന്റ് മോട്ടാർ അണ്ടർ പ്രഷർ ത്രൂ ദി നോസിൽ ഈസ് കോൾഡ് പ്രഷറൈസിങ്, പ്രീസ്ട്രസിങ്, ഗുണൈറ്റിങ്, നൺ ഓഫ് ദി അബവ്. ഏതായിരിക്കും? സിമന്റ് മോട്ടാർ നോസിൽ കൂടെ പ്രഷർ ചെയ്ത് പോകുന്ന പ്രോസസ്സിന് എന്താ പറയാ? Gunating. Gunating. Option C, gunating. അടുത്തത് the process of filling up of all the nail holes, cracks, etc. with putty is known as stopping, knotting, filling, grouting. ഏതാണ് വരുന്നത്? ആ പ്രോസസ്സിന് എന്താ പറയാ? Stopping. Stopping. Option A. Then next one, for plastering exposed brick walls, the cement mortar should be ഏത് റേഷ്യോയിലാണ്? 1:3, 1:5, 1:2, 1:6. പ്ലാസ്റ്ററിംഗ് ഓഫ് എക്സ്പോസ്ഡ് ബ്രിക്ക് വാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വരുന്ന സിമെന്റ് മോട്ടാർ റേഷ്യോ ഏതാണ് വരുന്നത്? ഏതാണ്? 1:3 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. 1:3 ആണ് പ്ലാസ്റ്ററിംഗ് ഓഫ് എക്സ്പോസ്ഡ് വാൾ. ഇനി പോയിന്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഏതാണ് വരിക? പോയിന്റിങ് വർക്കിനൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആണ് പോയിന്റിങ് വർക്കിന്. ഇനി എക്സ്റ്റീരിയർ അതുപോലെ ഇനി സീലിംഗ് വർക്ക് ഒക്കെ ആകുമ്പോൾ 1:3. അത് അങ്ങനത്തെ കുറച്ച് വാല്യൂസ് അത് വരും. അടുത്ത ഒരു ഇതിൽ വരുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഇനി എ റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ 2 directions, 2 ഡയറക്ഷനിലേക്ക് മാത്രം സ്ലോപ്പ് ചെയ്തിട്ടുള്ളതിനെ എന്താ നമ്മൾ പറയാ? ഗേബിൾ റൂഫ്. ഹിപ്പ് റൂഫ്, ഗാംബ്രൽ റൂഫ്, മൺസാർഡ് റൂഫ്, ഗേബിൾ റൂഫ്. സോ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്, ഗേബിൾ റൂഫ്. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് ലെവൽ DPC ഷുഡ് ബി പ്രൊവൈഡഡ്? 150 mm above the ground, 500 mm above the ground, 50 mm above the ground,
എനി ലെവൽ എനി ലെവൽ. സോ ഏത് ലെവലിലാണ് നമ്മൾ DPC പ്രൊവൈഡ് ചെയ്യാറ്? എവിടെയോ കൊടുക്കുക നമ്മൾ DPC? Plinth level. പ്ലിന്ത് ലെവൽ. സോ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? 500. 500 50 mm. 150 mm above the ground level കേട്ടോ. പ്ലിന്ത് ലെവലിൽ നിന്ന് അങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, അതുപോലെ ഡെപ്ത് വെച്ചിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ. ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദി റൈസ് ഓഫ് എ സ്റ്റെപ്പ് മേ വാരി ഫ്രം. എത്രയാണ് റൈസ് കൊടുക്കാറുള്ളത്? ഓക്കെ, എത്ര വരുന്നത് റൈസിന്റെ നോർമൽ ഡെപ്ത്? അതായത് സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്ര വരുന്നത്? 15 to 18 സെന്റിമീറ്റർ ഉണ്ടാവും. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. 15 സെന്റിമീറ്റർ ടു 18 സെന്റിമീറ്റർ. Then അടുത്ത ക്വസ്റ്റ്യൻ. The length of a stair situated between two landings is termed as flight, rise, width of stair, going. രണ്ട് ലാൻഡിങ്ങിന്റെ ഇടയിലുള്ള ലെങ്ത് ഓഫ് സ്റ്റെയറിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? ഫ്ലൈറ്റ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ്. Then 145. For 1 cubic meter of brick masonry, the number of bricks. ഇതറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എത്രയാണ്? 500. 500. ഓപ്ഷൻ സി 500. അടുത്തത് ദി ഫൗണ്ടേഷൻ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ബ്രിഡ്ജ് ഏതാണ്? റാഫ്റ്റ്, സ്റ്റെപ്ഡ്, മാറ്റ്, വെൽ ഫൗണ്ടേഷൻ. ബ്രിഡ്ജസിന് സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാ? റാഫ്റ്റോ? വെൽ ഫൗണ്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണുള്ളത്. ദി ഫൗണ്ടേഷൻ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ബ്രിഡ്ജ് ഈസ് വെൽ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ കേസൺ എന്നൊക്കെ പറയാം. ഓക്കെ. അടുത്തത് ഇഫ് ദ ഡെപ്ത് ഈസ് ലെസ് ഓർ ഈക്വൽ ടു ദി വിഡ്ത് ദി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ യൂസ്ഡ് ഈസ് ഷാലോ, ഡീപ്, പൈൽ, വെൽ. ഷാലോ ഫൗണ്ടേഷൻ. ഡെപ്ത് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആവുമ്പോൾ, വിഡ്ത് ആവുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് ഷാലോ ഫൗണ്ടേഷൻ. അടുത്തത് ഇൻ എ സ്റ്റെയർ ദി ഹെഡ് റൂം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. എത്ര ആയിരിക്കണം? 210. Next question. The inclined surface of abutment which receives the arch and from which the arch springs is called. ആ ആർച്ച് എന്താണ് സ്പ്രിങ് ചെയ്യുക, അതായത് അത് കെർവ് തുടങ്ങുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്പ്രിങ്ങിങ് ലൈൻ, സ്പ്രിങ്ങിങ് പോയിന്റ്, സ്ക്യൂ ബാക്ക്, സ്പാൻഡ്രിൽ. ഏതായിരിക്കും വരിക? സ്ക്യൂ ബാക്ക്. സ്ക്യൂ ബാക്ക്. കെ ആണ് കേട്ടോ. സ്ക്യൂ ബാക്ക്. ആർച്ച് സ്പ്രിങ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് സ്ക്യൂ ബാക്ക്. ദി ഇൻക്ലിനേഷൻ ഓഫ് എ സ്റ്റെയർ ടു ദി ഹൊറിസോണ്ടൽ ലിമിറ്റഡ് ടു. എത്രയാണ് വരുന്നത് ഇൻക്ലിനേഷൻ? പിച്ച് ഓഫ് ദി സ്റ്റെയർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 30 to 40. 30 to 45. 45 ആണ് കേട്ടോ വരുന്നത്. 30 to 45 ഡിഗ്രി ആണ് വരുന്നത്. ഓപ്ഷൻ സി അല്ലേ? 30 to 45 ഡിഗ്രി ആണ് വരാം. അടുത്തത് the projecting course at the upper part of a pier or an abutment to stress the springing line is called haunch, skew back, impost, spandrel. ഏതാണ് വരുന്നത്? projecting course ആണ് ചോദിച്ചത്. അപ്പൊ impost. what is spandrel? spandrel എന്തായിരുന്നു? ട്രയാങ്കുലർ പോർഷനെയാണ് നമ്മൾ പറയുന്നത് spandrel. Okay. In which type of bonding the bricks are laid as headers on the faces and it is mostly used for footing in foundation? Flemish bond, header bond, herring bond, English cross bond. ഏതാണ് വരുന്നത്? Which type of bonding bricks are laid as headers on the faces and അത് മാത്രം മതി അത് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഏതാണ് വരിക? ഹെഡർ ബോണ്ട്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹെഡർ ബോണ്ട്. Then the type of lintel used when the opening is small and the loads are light. Brick lintel, stone lintel, reinforced brick lintel, then steel lintel. Lintel used when openings are small. അപ്പൊ ഏതാണ്? ചെറിയ ടൈപ്പ് ലോഡ്, സാധാ ലോഡ് ഒക്കെ വരുമ്പോ, ലൈറ്റ് ലോഡ്സ് ഒക്കെ വരുമ്പോ ഏതാ വേണ്ടി വരുള്ളൂ നമുക്ക്? ബ്രിക്ക് ലിൻഡൽ. ബാക്കിയെല്ലാം കുറച്ചും കൂടി ഹെവി ലോഡൊക്കെ വരുമ്പോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റോണും അതുപോലെ റീൻഫോഴ്സ്ഡും അതുപോലെ സ്റ്റീലൊക്കെ. ഓക്കെ,
അപ്പോൾ ലൈറ്റ് ലോഡിന് നമുക്ക് കൊടുക്കാവുന്നത് ബ്രിക്ക് ലിൻഡൽ. അടുത്തത് the common cement sand proportion used for pointing work 1:2, 1:3, 1:4 and 1:1. ഏതാണ് പോയിന്റിംഗ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? 1:1, 1:2 കൊടുക്കാറുണ്ട്. ഇതിൽ ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്തത് 1:2 ആണ് കേട്ടോ. 1ഉം 2ഉം കൊടുക്കാറുണ്ട്. 1:2 ആണ് ഇതിൽ ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the portion of brick cut across its length, queen closer, king closer, closer, bat. ഏതായിരിക്കും വരിക? Bat. Name the foundation where the bearing capacity is very low and the simple spread foundation is not economical. ഓക്കെ, ബെയറിംഗ് കപ്പാസിറ്റി കുറവാണ്, അതുപോലെ സിമ്പിൾ ആയിട്ട്, അതായത് ഓരോന്നിനും സിമ്പിൾ ആയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് കൊടുക്കുക എന്നുള്ളത് അൺഎക്കണോമിക്കൽ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഏതാണ് കൊടുക്കുക? ഇൻവേർട്ടഡ് ആർച്ച്, ഗ്രില്ലേജ്, മാറ്റ്, സ്റ്റെപ്ഡ്. ഏതായിരിക്കും? മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ സി. The horizontal distance between vertical joints of successive brick cores is lap, bed, arises, coin. ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാബ്. ഓപ്ഷൻ എ, ലാബ്. അടുത്തത്, എ വാൾ കൺസ്ട്രക്റ്റഡ് ടു പ്രൊട്ടക്ട് ദി നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഫ്രം ദി കട്ടിംഗ് ആക്ഷൻ ഓഫ് വെദർ ഇൻ ഏജന്റ്. പാർട്ടീഷൻ വാൾ, കാവിറ്റി വാൾ, ബ്രസ്റ്റ് വാൾ, റിട്ടൈനിങ് വാൾ. ഏതായിരിക്കും വരിക? അത് ബ്രസ്റ്റ് വാൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ട ഓപ്ഷൻസ്. ഓപ്ഷൻ ബി. ഈ ആക്ഷൻ ഓഫ് വെദർ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളത് ബ്രസ്റ്റ് വാൾ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരാറുള്ളത്. അടുത്തത്, എ ഡോർ ദാറ്റ് ഇൻ വിച്ച് ദി ഷട്ടർ ക്യാൻ മൂവ് ബോത്ത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന ഡോർ, അതിനാണ് നമ്മൾ എന്താ പറയാ? റിവോൾവിംഗ് ഡോർ, സ്ലൈഡിംഗ് ഡോർ, സ്വിംഗ് ഡോർ, കൊളാപ്സിബിൾ ഡോർ. ഏതായിരിക്കും? ഇൻവേർഡും ഔട്ട്വേർഡും നമുക്ക് ഷട്ടറിനെ മൂവ് ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ഡോർ ഏതാ? സ്വിംഗ് ഡോർ. സ്വിംഗ് ഡോർ. ഓപ്ഷൻ സി. Then the thickness of black polythene provided in case of plastic sheet DPC. DPC നമുക്ക് എങ്ങനെ വേണം കൊടുക്കാം? ഇതിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്ലാസ്റ്റിക് ഷീറ്റ് ആയിട്ട് കൊടുക്കുന്നു. ആ തിക്നെസ് ഓഫ് ആ പോളിത്തീന്റെ തിക്നെസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് അറിയോ? അത് ഓപ്ഷൻ ബി ആണ്. ബി ആണ്. 0.5 to 1.5 mm ആണ് കേട്ടോ. DPC ആയിട്ട് കൊടുക്കുമ്പോൾ ബ്ലാക്ക് പോളിത്തീന്റെ തിക്നെസ് വരുന്നത് 0.5 to 1.5 mm. അടുത്തത്, ദി സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഇൻ വിച്ച് റാഫ്റ്റേഴ്സ്. ഒരു സൈഡിലേക്ക് മാത്രം റാഫ്റ്റർ സ്ലോപ്പ് ചെയ്തിട്ടുള്ള അതിനെന്താ പറയാ? കപ്പിൾ റൂഫ്, ക്ലോസ് കപ്പിൾ റൂഫ്, കോളർ ബീം റൂഫ്, പെൻ റൂഫ്. ഏതായിരിക്കും വരിക? ഒരു സൈഡിലേക്ക് മാത്രം. ഏതാ? പെൻ റൂഫ്. ഓപ്ഷൻ ഡി, പെൻ റൂഫ്. നെക്സ്റ്റ് വൺ, എ ബ്രിക്ക് ഹാവിംഗ് full length and half width is called king closer, queen closer, bat, half bat. ഏതാണ് വരിക? ക്വീൻ ക്ലോസർ. ഫുൾ ലെങ്ത്, വിത്ത് ഹാഫ് ആവുന്നത് ക്വീൻ ക്ലോസർ. The total length of stairs in horizontal, including the landing, is known as flight, soffit, run, riser. ഏതാണ് വരിക? Run. Option C. A roof has slope in all the 4 directions, like hip roof, and a change in slope is there will be deck roof, hip roof, gambrel roof, mansard roof. എന്താണ്? 4 ഡയറക്ഷനിലേക്ക് സ്ലോപ്പ് ഉണ്ടായിരിക്കും, പക്ഷെ ആ സ്ലോപ്പില് ചേഞ്ച് ഉണ്ടായിരിക്കും. അതിനെന്താ പറയാ നമ്മള്? ഏതാണ്? mansard roof. Option D. അടുത്തത് 165. The ridge formed by the intersection of 2 sloping surfaces where the exterior angle is greater than 180 degree. Okay. Exterior angle greater than 180 degree ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഡ്ജ്, ഈവ്സ്, വാലി, ഹിപ്പ് ഏതായിരിക്കും വരിക?
ഹിപ്പ്. അത് ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയിട്ട് എഴുതുക. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 180 വരുമ്പോഴാണ് നമ്മൾ ഹിപ്പ് എടുക്കുന്നത് കേട്ടോ. ദി വിൻഡോ ദാറ്റ് പ്രൊജക്ട്സ് ഔട്ട്സൈഡ് ഓഫ് എ റൂം ഫ്രോ അഡ്മിറ്റിംഗ് മോർ ലൈറ്റ് ആൻഡ് എയർ ഈസ് കോർണർ വിൻഡോ, ബേ വിൻഡോ, ഡോർമർ വിൻഡോ, ലവേർഡ് വിൻഡോ. ഏതായിരിക്കും വരാം? ബേ വിൻഡോ. In site exploration, the common value for test pit with side is 1 meter, 1.2 meter, 1.5 meter, 1.8 meter. എത്രയാണ് വരാ? ടെസ്റ്റ് പിറ്റിന്റെ സൈസ് 1.5 meter. ഓപ്ഷൻ സി. അടുത്തത്, this safe permissible load in brick masonry in mud is 100, 140, 70, 200 kilonewton per meter square. സേഫ് പെർമിസിബിൾ ലോഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ ടെക്സ്റ്റിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, പക്ഷെ ഇത് കോഡ് ബുക്കിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, എത്രയാണ് വരുന്നത്? 140. ഓപ്ഷൻ ബി. അടുത്തത് 140 ഓപ്ഷൻ ബി. ദി ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം in between two series of steps, tread, rise, landing, soffit. ഏതായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ നമ്മൾ എന്താ പറയാ? ലാൻഡിംഗ്. ഓപ്ഷൻ സി, ലാൻഡിംഗ്. ദി ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ഇൻ ബിറ്റ്വീൻ ടു സീരീസ് ഓഫ് സ്റ്റെപ്പ്, രണ്ട് സീരീസ് ഓഫ് സ്റ്റെപ്പിന്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ നമ്മൾ പറയുന്നതാണ് ലാൻഡിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ലോവർ ദാൻ ഡാഷ് ആർ നോട്ട് ബി യൂസ്ഡ് ഇൻ RCC വർക്ക്. RCC വർക്കിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന മിനിമം ഗ്രേഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? M7.5, 10, 15, 20. ഏതാണ്? M20. മിനിമം വാല്യൂ M20 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്തത്, ദി ഇന്നർ കർവ് ഓഫ് ദി ആർച്ച് ഈസ് നോൺ ആസ് ഇൻട്രാഡോസ്, സോഫിറ്റ്, എക്സ്ട്രാഡോസ്, ആർക്കേഡ്. ഏതാണ് വരാ? ഇൻട്രാഡോസ്. ഇന്നർ കർവ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻട്രാഡോസ്. ഇന്നർ സർഫസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സോഫിറ്റ് എടുക്കായിരുന്നു. ഔട്ടർ കർവ് ആണെങ്കിൽ എക്സ്ട്രാഡോസ്. അതുപോലെ ഒരു റോ ഓഫ് ആർച്ചസ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കേഡ് എടുക്കാം. ഓക്കെ, ദി ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി സിങ്കിങ് ഓഫ് എഡ്ജ് ഓഫ് വൺ പീസ് ഓഫ് ടിമ്പർ ഇൻ ടു അനദർ. ഓക്കെ, ഒരു പീസിന്റെ ഉള്ളിലേക്ക് വേറെ എണ്ണം സിങ്ക് ചെയ്ത് പോകുന്നത് അതിനെന്താ പറയാം? ഗ്രൂവ്, ഹൗസിംഗ്, മോൾഡിംഗ്, റിബേറ്റിംഗ്. ഏതായിരിക്കും? ഹൗസിംഗ്. ഓപ്ഷൻ ബി, ഹൗസിംഗ്. The term which is used to indicate sinking of edge of one piece of timber into another, that is housing. Name the joint that remains dust proof after the shrinkage of timber. Okay, butt joint, splayed joint, doubled joint, rebated joint. ഏതായിരിക്കും വരാ? Joint that remains dust proof after shrinkage. ഏതായിരിക്കും? That is option D, rebated joint. Option D, rebated joint. Next one, 174. The tool used for deep boring in carpentry work is cutting tool, boring tool, marking tool and planning tool. ഏതായിരിക്കും വരാ? ഡീപ് ബോറിങ്ങിന് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? Boring tool. Option B, boring tool. Then the bowser at a crown of an arch is known as horns, springer, key, back. Crown എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നമ്മൾ വെക്കുന്ന ആ ഒരു ബൗസിയറിനെ, ആ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ നമ്മൾ എന്താ പറയാ? കീ. ഓപ്ഷൻ സി ആണ് ആൻസർ, കീ. അടുത്തത്, in case of asbestos cement sheets, the unsupported length of overhang at the eaves of the sheets should not exceed dash 100 mm, 200 mm, 250 mm and 300 mm. 176. ഏതാണ് ആൻസർ അറിയോ അതിന്റെ? 300 mm. 300 mm. ഓപ്ഷൻ ഡി, 300 mm. അടുത്തത്, the small blocks of wood which are fixed on the trusses to prevent the sliding of purlins is known as battens, cleats, eave, purlin. ഏതാണ്?
ആ സ്മോൾ ബ്ലോക്സ് ഓഫ് വുഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് ക്ലീറ്റ്സ്, ഓപ്ഷൻ ബി. അടുത്തത് ദി ഫോർമേഷൻ ഓഫ് എ വെരി സ്മോൾ മാസ് ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ് ഈസ് നോൺ ആസ് പീലിംഗ്, പോപ്പിംഗ്, എഫ്ലോറസൻസ്, ഫ്ലേക്കിംഗ്. ഏതാണ്? ഫ്ലേക്കിങ്. പീലിംഗ് ആണ്. പീലിംഗ് അല്ലേ? മുമ്പ് ഉള്ളവർ എന്താണ് ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത്? മുമ്പുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ക്ലാസ്? ഫ്ലേക്കിംഗ് ആണോ? ഡി ആണോ മാർക്ക് ചെയ്തിരിക്കുന്നത്? ചെക്ക് ചെയ്യട്ടെ. എൻ്റെ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് പീലിംഗ് ആണ്. ഞാൻ നോക്കാം. അടുത്തത് ദി അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ് upon which the foot is placed while ascending or descending order is known as riser, step, tread, going. The upper horizontal portion of a step upon which the foot is placed. ഏതാണ് വരുന്നത്? എവിടെയാണ് നമ്മൾ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന? ട്രെഡ്. ഓപ്ഷൻ സി. The construction of a temporary structure to support temporarily an unsafe structure is known as. ഏതായിരിക്കും? ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ, അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്കഫോൾഡിംഗ്, അണ്ടർപിന്നിങ്, ഷോറിംഗ്, നൺ ഓഫ് ദി അബോവ്. ഏതായിരിക്കും? അണ്ടർപിന്നിങ് അല്ല. അണ്ടർപിന്നിങ് ന്യൂ ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ്. ഷോറിംഗ് ആണ് കേട്ടോ. ഷോറിംഗ്. മ്യൂട്ട് ചെയ്യേ, ആരുടെയോ ഡിസ്റ്റർബൻസ്. ദി പ്രോസസ് ഓഫ് മിക്സിംഗ് വേരിയസ് constituents of plaster is known as grinning, gauging, grounds, ക്രേസിംഗ്. ഏതാണ് വരുന്നത്? പ്രോസസ് ഓഫ് മിക്സിംഗ് വേരിയസ് കോൺസ്റ്റുവൻസ് ഓഫ് പ്ലാസ്റ്റർ. ഗേജിംഗ്, ഓപ്ഷൻ ബി, ഗേജിംഗ്. അടുത്തത് when the plinth area minus area occupied the wall is known as circulation area, carpet area, floor area, none of the above. ഏതായിരിക്കും വരിക? plinth area minus area occupied by the walls. ഏതാ വരിക? ഫ്ലോർ ഏരിയ, ഓപ്ഷൻ സി. നോക്കിയാൽ മതി, കൺസെപ്റ്റ് വൈസ് ഒന്ന് നോക്കിയാൽ മതി. ആ വോൾ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഏരിയ ഏതാ? ഫ്ലോർ ഏരിയ ആണ് വരുന്നത്. അടുത്തത് ദി ക്വാണ്ടിറ്റി ഓഫ് ഡാം പ്രൂഫ് DPC കോഴ്സ് ഓഫ് സിമന്റ് കോൺക്രീറ്റ് ഈസ് എക്സ്പ്രസ്. ഏത് യൂണിറ്റിലാണ് DPC ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. മീറ്റർ സ്ക്വയർ, ഫീറ്റ് സ്ക്വയർ, മീറ്റർ ക്യൂബ്, ഫീറ്റ് ക്യൂബ്. ഏതിലായിരിക്കും? DPC എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതാണ്, തിക്നെസ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഏത് യൂണിറ്റിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? മീറ്റർ സ്ക്വയർ. അടുത്തത് ദി ബ്രിക്ക് ഫോമിംഗ് കോർണർ ഓഫ് എ മേസണറി വാൾ ഈസ് നോൺ ആസ് ക്വീൻ ബ്രിക്ക്, കോയിൻ ക്ലോസർ, കിങ് ക്ലോസർ, കോയിൻ ബ്രിക്ക്. ഏതാണ് വരുന്നത്? ദി ബ്രിക്ക് ഫോമിംഗ് കോർണർ ഓഫ് എ മേസണറി വാൾ. ക്വീൻ ബ്രിക്ക്. ഓപ്ഷൻ ഡി. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ അടുത്തത് ആഷ്ലാർ ഫൈൻ മേസണറി ഈസ് ബിൽറ്റ് ഫ്രം സ്റ്റോൺസ് ഓഫ്. ആഷ്ലാർ ഫൈൻ മേസണറി എന്ത് ടൈപ്പ് സ്റ്റോൺസിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. റഫ് ടൂൾഡ്, റെക്ടാങ്കുലർ ബ്ലോക്സ് ഓഫ് ചിസൽ ഡ്രസ്ഡ്, ഹാമർ ഡ്രസ്ഡ്, ക്വാറി ഫേസ്ഡ്. ഏതിൽ നിന്നാണ് ആഷ്ലാർ ഫൈൻ മേസണറി ഉണ്ടാക്കുക? റെക്ടാങ്കുലർ ബ്ലോക്സ്. റെക്ടാങ്കുലർ. അത് ഓപ്ഷൻ മാർക്ക് എടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് ആൻസർ. മാർക്ക് ചെയ്യുക. റെക്ടാങ്കുലർ ബ്ലോക്സ് ഓഫ് ചിസൽ ഡ്രസ്ഡ്. അടുത്തത് ദി ഫ്രണ്ടേജ് മാർജിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി അബട്ടിംഗ് റോഡ്. അതിനെന്താ പറയാന്നുള്ളത്? ആ ഫ്രണ്ട് മാർജിന്, ആ മുൻപിലുള്ള റോഡിൽ നിന്നുള്ള ഫ്രണ്ട് മാർജിനെ നമ്മൾ എന്താണ് പറയാ? പ്ലേ ഗ്രൗണ്ട്, പോർച്ച്, കോർട്ട്യാർഡ്, സെറ്റ് ബാക്ക്. അത് എളുപ്പമാണ്. ഏതാണ്? ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഏതാണ്? ഏതാ? സെറ്റ് ബാക്ക്. ഓപ്ഷൻ ഡി, സെറ്റ് ബാക്ക്. ഫ്രണ്ട് മുന്നിലുള്ള റോഡിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് സെറ്റ് ബാക്ക്. അടുത്തത് ദി ടെക്നിക് ഓഫ് പ്രൊവൈഡിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദി എക്സിസ്റ്റിംഗ് വൺ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദി സ്റ്റെബിലിറ്റി. ആ ഫൗണ്ടേഷന്റെ സ്ട്രെങ്തനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെത്തേഡ് വരാ? അണ്ടർപിന്നിങ്. ഓപ്ഷൻ സി. അത് കുറെ പ്രാവശ്യം ചോദിക്കാറുള്ളതുമാണ് കേട്ടോ, അണ്ടർപിന്നിങ്. അടുത്തത് ദി ഹൊറിസോണ്ടൽ കോഴ്സ് ഓഫ് മേസണറി പ്രൊജക്ടിങ് ഫ്രം ദി ഫേസ് ഓഫ് ദി വാൾ
at every floor or sill level is coping, string course, DPC, block in course. Horizontal course of masonry projecting from the face of the wall at every floor level or sill level. ഏതാണ് വരാ? ഓപ്ഷൻ ബി ആണ് സ്ട്രിങ് കോഴ്സ് കേട്ടോ. ഓപ്ഷൻ ബി സ്ട്രിങ് കോഴ്സ്. അടുത്തത് ദി മേസണറി കൺസ്ട്രക്ഷൻ ഓഫ് ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ സച്ച് മേസണറി ഈസ് നോൺ ആസ് റാൻഡം റബിൾ, കോമ്പോസിറ്റ്, ഡ്രൈ റബിൾ, കേഴ്സ്ഡ് റബിൾ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടുത്തെ കീവേഡ് ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്. ഫേസിങ്ങും ബാക്കിങ്ങും ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് മേസണറി കൺസ്ട്രക്ഷനിൽ. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് മേസണറിനെ നമ്മൾ എന്താ പറയാ? ഇതിലൊക്കെ എന്തായാലും റബിൾ മേസണറി എല്ലാം ഒരു സിംഗിൾ ടൈപ്പ് ആണ്. രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? കോമ്പോസിറ്റ് മേസണറി. ഓപ്ഷൻ ബി കോമ്പോസിറ്റ് മേസണറി. അടുത്തത് 190. ദി മിനിമം ഹൈറ്റ്, ക്ലിയർ ഹൈറ്റ് ഫ്രം എ ട്രെഡ് ടു ഓവർഹെഡ് കൺസ്ട്രക്ഷൻ ഈസ് പാച്ച്, സ്പാൻ, ഹെഡ്റൂം, റൈസ്. ഏതാണ് വരാ? ഹെഡ്റൂം. ട്രെഡിൽ നിന്ന് ഓവർഹെഡിലേക്ക് വരുന്ന കൺസ്ട്രക്ഷനെയാണ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹെഡ്റൂം എന്ന് പറയുന്നത്. which is not used for building construction. Pre-stressed concrete, PCC, RCC, none of this. ഏതായിരിക്കും? PCC. Not used for building construction ആണ്. ഏതായിരിക്കും? none of this ആണ്. The bond having alternate courses of headers and stretchers. ഏതാണ് വരുന്നത്? ഏത് ബോണ്ടാ നമ്മൾ പറഞ്ഞത്? Alternate courses of headers and stretchers. English bond. The triangular upper part of a wall formed at the end of the wall is ridge, valley, gable, hip. എന്താണ് വരാ? Gable. Option C, gable. The triangular upper part of the wall formed at the end of a wall is gable. Then the purpose of using queen closer in a brick masonry wall is to. എന്തിനു വേണ്ടിയിട്ടാണ് queen closer നമ്മൾ യൂസ് ചെയ്യുന്നത്? Okay, to eliminate the continuous vertical joints, reduce mortar joints, use more broken bricks, none of this. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ queen closer കൊടുക്കുന്നത്? ക്ലോസറുകൾ കൊടുക്കുന്നത് എന്തിനാ? To avoid vertical joints. Vertical joints eliminate ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ queen closers പ്രൊവൈഡ് ചെയ്യുന്നത്. Okay. അടുത്തത് കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്പാൻ അപ് ടു. നമ്മൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞായിരുന്നു അത്. എത്രയാണ് വരുന്നത്? കപ്പിൾ ക്ലോസ് റൂഫ് ആവുമ്പോ 4.2. വെറുതെ ക്ലോസ് റൂഫ് ആവുമ്പോഴാണ്, വെറുതെ കപ്പിൾ റൂഫ് ആവുമ്പോഴാണ് 3.5 വരിക. ക്ലോസ്ഡ് കപ്പിൾ റൂഫ് ആവുമ്പോൾ 4.2 മീറ്റർ ആണ് വരിക. ഓക്കെ. അടുത്തത് ഹൈഡ്രോളിക് ലൈൻ സെറ്റ്സ് അണ്ടർ വാട്ടർ വിത്തിൻ. ഏതാണ് വരുന്നത്? അതെത്ര? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് കേട്ടോ. 196 ക്യാൻസൽഡ് എന്ന് എഴുതിയിട്ടേക്ക്. അടുത്തത് ദി ഓപ്പണിംഗ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ഫോർ ലൈറ്റിംഗ് പർപ്പസ് ഈസ് സ്കൈലൈറ്റ്, ഡോർമർ വിൻഡോ, ഗേബിൾ വിൻഡോ, ലാൻഡേൺ വിൻഡോ. ഏതാണ് വരുന്നത്? ദി ഓപ്പണിംഗ് ഓഫ് എ ഫ്ലാറ്റ് റൂഫ് ഫോർ ലൈറ്റിംഗ് പർപ്പസ് ഈസ് lantern window. Option D, lantern window. അടുത്തത് the vertical post placed at start and end of a flight are called balustrade, baluster, intrados, nivel post. ഏതായിരിക്കും വരിക? സ്റ്റാർട്ടിലും എൻഡിലും ഫ്ലൈറ്റ് തുടങ്ങണോടത്തും എൻഡിലും ഒക്കെ കൊടുക്കുന്ന വെർട്ടിക്കൽ പോസ്റ്റിനെ നമ്മൾ എന്താ പറയാ? നിവൽ പോസ്റ്റ്. ബാലുസ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്താ? അതിന്റെ ഇടയിൽ കൊടുക്കുന്നത്, ആ ഇടയിൽ ഹാൻഡ് റെയിലിന്റെ ഒക്കെ ഇടയിൽ കൊടുക്കുന്ന ആ ഒരു പീസിനെയാണ്. അതും വെർട്ടിക്കൽ തന്നെയാണ്, പക്ഷെ എൻഡിലും സ്റ്റാർട്ടിലും കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നീവൽ പോസ്റ്റ് ആണ്. ഓക്കെ. അടുത്തത് ദി ഇന്നർ വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് എ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ആർ കോൾഡ് റിവീൽ, ഇൻട്രാഡോസ്, എക്സ്ട്രാഡോസ്, ജാംസ്. ഇന്നർ വെർട്ടിക്കൽ സൈഡ് ഓഫ് എ ഡോർ ഓർ വിൻഡോ, ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ഈസ് കോൾഡ്. ഏതാണ്? ജാം. ഓപ്ഷൻ ഡി, ജാം. ഇനി എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഏത് ഗ്രൂപ്പിലാ വരുന്നത്?
ഏതാ വരുന്ന എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്? Group B. ആ, ഗ്രൂപ്പ് ബി. ആ ഓർഡർ ആർക്കെങ്കിലും അറിയോ? ആ ഗ്രൂപ്പ്സിന്റെ ഏതാണ്? Residential. ആ, എഡ്യൂക്കേഷണൽ, എഡ്യൂക്കേഷണൽ, Institutional. ഇൻസ്റ്റിറ്റ്യൂഷണൽ, ദെൻ Assembly. അസംബ്ലി, Business. Business. ബിസിനസ്, Mercantile. മെർക്കൻഡൈൽ, Industrial. ഇൻഡസ്ട്രിയൽ, Industrial. ഹസാർഡസ്. ഓക്കെ. അതിന്റെ കോഡ് എന്താ പറഞ്ഞത് മിസ്? അത് നോക്കിയിട്ട് എഴുതിയാൽ മതി, അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഷോപ്പൊക്കെ വരുന്ന കാറ്റഗറി ഏതാ? ഷോപ്പുകളൊക്കെ ഏതിലാ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? Office. ഷോപ്പ് Mercantile. മെർക്കൻഡൈൽ ബിൽഡിംഗിൽ കേട്ടോ. തന്നെ. അടുത്തത് റൂഫ് സ്ലാബ് ക്യൂറിംഗ് ഈസ് കാരിഡ് ഔട്ട് ആസ്. റൂഫ് സ്ലാബിന്റെ ക്യൂറിംഗ് എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. റൂഫ് സ്ലാബ്, അതായത് നമ്മുടെ ടോപ്പില്, ഓക്കെ, ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ക്യൂറിംഗ് പ്രൊവൈഡ് ചെയ്യാം? ഓക്കെ. സ്പ്രേ ക്യൂറിംഗ്, മെംബ്രെയിൻ ക്യൂറിംഗ്, പോണ്ടിങ്, ക്യൂറിംഗ് യൂസിങ് ജൂട്ട് ബാഗ്സ്. ഏതാണ് വരാ? പോണ്ടിങ്. ഓപ്ഷൻ സി, പോണ്ടിങ്. അടുത്തത് a row of arch in succession is called concave, multiple arch, arch line, arcade. row of arch നെ നമ്മൾ എന്താ പറയാ? Arcade. ആർക്കേഡ്. പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അടുത്തത് ദി ഹോൺസ്. ആ ടേം എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന? ഫ്ലോർ, സ്റ്റെയർ, മേസണറി, ആർച്ച്. ഏതായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഹോൺസ് എന്ന് പറയുന്നത് ആർച്ച് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേമാണ് ഹോൺസ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ലിമിറ്റഡ് ടു 10, 12, 15, 20. എത്രയാണ്? 12. മിനിമം നമ്പർ ഓഫ് 3. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ലോവസ്റ്റ് ബെയറിംഗ് കപ്പാസിറ്റി? ഓക്കെ. ഫൈൻ സാൻഡ്, മോയിസ്റ്റ് ക്ലേ, കോഴ്സ് സാൻഡ് ആൻഡ് ഗ്രേവൽ. ഏതിനാണ് മിനിമം ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളത്? ഏതിനായിരിക്കും തന്നിരിക്കുന്നതില്? ക്ലേ. മോയിസ്റ്റ് ക്ലേക്കാണ് നമ്മള് മിനിമം ബെയറിംഗ് കപ്പാസിറ്റി പറയുന്നത്. ഓക്കെ, ഇതറിയാവുന്നതായിരിക്കും. The type of foundation consisting of a RCC slab covering entire area of plan, raft, grillage, stepped spread. ഏതായിരിക്കും entire area എന്ന് വരുമ്പോ ഏതാ വരിക? റാഫ്റ്റ് ഓറേഷൻ. ഓപ്ഷൻ എ. അടുത്തത് നോർത്ത് ലൈറ്റ് റൂഫ് is usually adopted for the roof of residential building, commercial building, factory building and office building. ഏതിനാണ് നോർത്ത് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്? ഫാക്ടറി ബിൽഡിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നത് പിന്നെ ആൻസർ. ഇനി RMC. RMC എന്ന് പറയുന്നത് എന്താ? റെഡി മിക്സ് കോൺക്രീറ്റ്. RMC റെഡി മിക്സ് കോൺക്രീറ്റ്. ഓപ്ഷൻ എ. അടുത്തത് ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ DPC. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ ഡെപ്ത് പറഞ്ഞായിരുന്നു. ഇനി അത് എവിടെ കൊടുക്കുന്നത്? ഗ്രൗണ്ട് ലെവൽ, സിൽ ലെവൽ, പ്ലിന്ത് ലെവൽ, ബേസ്മെന്റ്. പ്ലിന്ത് ലെവൽ. ഓപ്ഷൻ സി, പ്ലിന്ത് ലെവൽ. അടുത്തത് ക്വാർട്ടർ ടേൺ സ്റ്റെയർ ടേൺസ് ത്രൂ an angle of 180 degree, 0 degree, 90 degree and 270 degree. ക്വാർട്ടർ ടേൺ സ്റ്റെയർ എത്ര ആംഗിളിലാണ് അത് ടേൺ ചെയ്യുന്നത്? 90 ഡിഗ്രി. ഓപ്ഷൻ സി, 90 ഡിഗ്രി. അടുത്തത് ദി വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്റ്റെപ്സ് ആൻഡ് ഹാൻഡിൽ ഈസ് കോൾഡ് ലാൻഡിംഗ്, ട്രെഡ്, സോഫിറ്റ്, ബാലുസ്റ്റർ. ഏതാണ് വരാ? ബാലുസ്റ്റർ. ദി വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്റ്റെപ്സ് ആൻഡ് ഹാൻഡിൽ. ആ ഹാൻഡിലിന്റെ ഇടയിൽ കൊടുക്കുന്ന ആ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയാ. ടോപ്പിലും എൻഡിലൊക്കെ കൊടുക്കുന്നതിനെയാണ് നീവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പിൽ സ്റ്റാർട്ടിലും എൻഡിലും കൊടുക്കുന്നു. ഓക്കെ. ദി ടെമ്പററി സപ്പോർട്ട് ടു an unsafe structure for its rectification work is known as scaffolding, shoring, underpinning, socking. ഏതാണ് വരുന്നത്?
ഷോറിങ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ. ഓക്കെ ഓക്കെ. ഓപ്ഷൻ ബി ഷോറിങ് ആണ് കേട്ടോ. അടുത്തത് ദി ഫിനിഷിംഗ് ഓഫ് മോർട്ടാർ ജോയിന്റ്സ് ഇൻ എ മേസണറി ഈസ് കോൾഡ് പെയിന്റിംഗ്, പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ് ആൻഡ് പേവിംഗ്. ഏതാണ് വരിക? ഫിനിഷിംഗ് ഓഫ് മോർട്ടാർ ജോയിന്റ്സ് ഏതാ വരിക? ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാ? പോയിന്റിംഗ്. ഓപ്ഷൻ സി പോയിന്റിംഗ്. അടുത്തത് എ വാൾ കൺസ്ട്രക്റ്റഡ് ഫോർ പ്രൊട്ടക്ടിങ് ദി നാച്ചുറൽ ഗ്രൗണ്ട് അറ്റ് ഇറ്റ്സ് ബാക്ക് ഈസ് നോൺ ആസ്. അത് ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ? ബ്രസ്റ്റ് വാൾ തന്നെയല്ലേ? ഓപ്ഷൻ സി ബ്രസ്റ്റ് വാൾ. അടുത്തത് an arch may fail due to. ആർച്ച് എങ്ങനെയാണ് ഫെയിൽ ആവുന്നത്? uneven settlement of abutment, sliding of osiers, crushing of the material, all of the above. ഏതായിരിക്കും വരിക? ആർച്ച് ഫെയിൽ ചെയ്യാനുള്ള റീസൺസിൽ all of the above. എല്ലാം ഒരു റീസൺ ആയിട്ട് പറയാവുന്നതാണ്. സോ all of the above ആണ് അതിന്റെ ആൻസർ. അടുത്തത് commonly used vibrator in field concreting work is needle vibrator, screen vibrator, external vibrator, roller. ഏതാണ് കോമൺലി ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈബ്രേറ്ററിന്റെ ടൈപ്പ് ഏതാണ്? നീഡിൽ വൈബ്രേറ്റർ. ഓപ്ഷൻ എ ആണ് വരുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ, നീഡിൽ വൈബ്രേറ്റർ. അടുത്തത് ദി വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് ഷട്ടർ ഫ്രെയിം ഈസ് നോൺ ആസ് സ്റ്റൈൽ, റിവീൽ, മുള്ളിയൻ, പോസ്റ്റ്. ഏതായിരിക്കും വരിക? വെർട്ടിക്കൽ സൈഡ് മെമ്പർ ആണ്. ഏതാണ്? Style. Option A, style. Then next one, pile foundation is generally provided if the soil is compressible, waterlogged, made up and all of the above. ഏതാണ് വരിക? പൈൽ ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? കംപ്രസിബിൾ ആകുമ്പോഴും വാട്ടർലോഗ്ഡ് ആകുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാം. സോ ആൻസർ പിക്ക് ചെയ്യാവുന്നത് ഓൾ ഓഫ് ദി അബവ്. ഇതെന്താ ഇടയിൽ മാർക്ക് ചെയ്തത്? മെയ്ഡപ്പ് എന്നോ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്താ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ അത്? ഇല്ല, all of the above. മുമ്പത്തെ ഷട്ടറിന്റെ ഫ്രെയിമിന്റെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഏതാ? ഇതാ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് ഷട്ടർ ഫ്രെയിം. വെർട്ടിക്കൽ സൈഡ് മെമ്പർ എന്ന് പറയുമ്പോൾ സ്റ്റൈൽ തന്നെയാ. സ്റ്റൈൽ അല്ലേ വരിക? അതെ അതെ അല്ലേ? സ്റ്റൈൽ തന്നെയാവും വരിക. അടുത്തത് ആരെങ്കിലും തെറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യട്ടോ. അത് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഓരോ. അടുത്തത് ഇൻ ഓർഡിനറി ബിൽഡിംഗ്സ് ഡാം പ്രൂഫ് DPC എവിടെയാണ് നമ്മൾ കൊടുക്കുക? പറഞ്ഞതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി പ്ലിന്ത്. അടുത്തത് ദി സ്റ്റെപ്സ് ഹാവിംഗ് കർവ്ഡ് റൈസർ ആൻഡ് ട്രെഡ് ഈസ് നോൺ ആസ് ബുൾനോസ് സ്റ്റെപ്പ്, കൊമോഡ് സ്റ്റെപ്പ്, ഡാൻസിങ് സ്റ്റെപ്പ്, ബാലൻസിങ് സ്റ്റെപ്പ്. ഏതാണ്? ബുൾനോസ്. കമോഡ് സ്റ്റെപ്പ് ആണ് മാർക്ക്. കമോഡ് സ്റ്റെപ്പ് അല്ലേ? അതെ അതെ. The steps having curved riser and tread is known as commode step. അടുത്തത് grillage foundation is classified as a dash type of foundation. Deep stepped footing shallow foundation. Grillage foundation എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്? ഷാലോ ഫൗണ്ടേഷനിൽ വരുന്ന ഒരു ടൈപ്പാണ് grillage foundation. അടുത്തത് the arrangement of brick in layer which does not continuous vertical joint is known as stone masonry, bond, brick masonry, none of this. Arrangement of brick in layer. Bond. Option B, bond. Then unit of bearing capacity യുടെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും വരിക? കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, mm, കിലോഗ്രാം, സ്ക്വയർ മീറ്റർ. എന്തായിരിക്കും ബെയറിംഗ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്? എന്തായിരിക്കും? ലോഡ് ബൈ ഏരിയ ആണ് വരിക. അപ്പൊ എന്തായിരിക്കും? കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. അടുത്തത് ദി വാൾ കൺസ്ട്രക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി അബട്ട്മെന്റ്സ് ആർ കോൾഡ് വിങ് വാൾ, അപ്രോച്ച്, വീൽ ഗാർഡ്, ഓൾ ഓഫ് ദിസ്. ഏതാണ്? Wall constructed on both sides of abutments is wing wall. Option A, wing wall. Then width of the step is called. Step in the width in എന്താണ് പറയാ? Rise, handrail, tread, crown. ഏതാണ് വരിക?
വിട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് വരിക? ഓപ്ഷൻ സി ട്രെഡ് കേട്ടോ. ത്രെഡിനെയാണ് പറയുന്നത് വിട്ട് ഓഫ് ദി സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന് എത്ര വിട്ട് ഉണ്ട് എന്നുള്ളതിന് അതാണ് അതിന്റെ ട്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് 226. ഡാഷ് ഈസ് പ്രൊവൈഡഡ് ഓവർ ഓപ്പണിങ്സ് ഓഫ് ദി വാൾ. ഓപ്പണിങ്സ് ഓഫ് ദി വാളിൽ കൊടുക്കുന്നത് നമ്മൾ എന്താ? സ്റ്റെയർ, ലിൻഡൽ, സ്റ്റെപ്പ്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും വാളിന്റെ ഒക്കെ ഓപ്പണിംഗിൽ കൊടുക്കുന്നത്? ലിൻഡൽ. ഓപ്ഷൻ ബി ലിൻഡൽ. A temporary structure erected to a wall for work. Scaffolding, string, DPC, shoring. ഏതാണ് വരിക? ഇവിടെ വരുന്നതാണ് സ്കഫോൾഡിങ് കേട്ടോ. ഓപ്ഷൻ ബി. അടുത്തത് ദി സെന്റർ സ്റ്റോൺ ഓഫ് എൻ ആർച്ച് ഈസ് കോൾഡ് ഇൻട്രാഡോസ്, ക്രൗൺ, എക്സ്ട്രാഡോസ്, കീ. ഏതായിരിക്കും? കീ. ആ ഹയസ്റ്റ് പോയിന്റിന് പറയുന്നതാണ് ക്രൗൺ. അവിടെ കൊടുക്കുന്ന ആ സെന്റർ സ്റ്റോണിന് പറയുന്നത് കീ. അത് രണ്ടും കൂടി തെറ്റിപ്പോകരുത് കേട്ടോ. ആ പോയിന്റ് ആണ് ക്രൗൺ. അവിടെ കൊടുക്കുന്ന സ്റ്റോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് കീ എന്ന് പറയുന്നത്. ഇനി ഹാൻഡ് റെയിൽ ഇൻ സ്റ്റെയർ കേസ് ഈസ് സപ്പോർട്ടഡ് ബൈ ഫ്ലൈറ്റ്, സ്പ്രിംഗ്, ത്രെഡ് ആൻഡ് ബാലുസ്റ്റർ. ഏതായിരിക്കും? ബാലുസ്റ്റർ. ഓക്കെ. ഓപ്ഷൻ ഡി ബാലുസ്റ്റർ. അടുത്തത് വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ബൈ bearing capacity. Conducted for find out bearing capacity ആണ് ചോദിച്ചിരിക്കുന്നത്. bearing capacity കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ്, പ്ലേറ്റ് ലോഡ്, സൗണ്ട്നെസ്, നൺ ഓഫ് ദീസ്. ഏതാണ്? പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. ഓപ്ഷൻ ബി. അടുത്ത 231. The grade of concrete M200 means that compressive strength of 15 cube ഓഫർ 28 days ഷുഡ് ബി. എത്രയാണ് വരേണ്ടത്? 200 കിലോ. 200 എന്ന് പറയുമ്പോ എത്ര? 200 കിലോഗ്രാം. അടുത്ത 232. ദി ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ഫേസ് ഓഫ് ദി വാൾ ഈസ് നോൺ ആസ് സ്ട്രെച്ചർ ബോണ്ട്, സിക്സാഗ് ബോണ്ട്, ഗാർഡൻ വാൾ ബോണ്ട് ആൻഡ് ഹെഡർ ബോണ്ട്. ഏതായിരിക്കും വരാം? with its breadth parallel to face of the wall ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഹെഡർ ബോണ്ട്. ഓപ്ഷൻ ഡി. അടുത്തത് ബെയറിംഗ് പൈൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹാർഡ് സ്ട്രാറ്റം, വാട്ടർ, എബവ് ദി ഗ്രൗണ്ട് ലെവൽ, നൺ ഓഫ് ദിസ്. എവിടെയാണ് ബെയറിംഗ് പൈൽ? എവിടെയാ റെസ്റ്റ് ചെയ്യുക? ഹാർഡ് സ്ട്രാറ്റം. ഓപ്ഷൻ എ. A member subjected to tensile stress is known as. ഏതാണ് വരിക? പർലിൻ, സ്ട്രട്ട്, ടൈ, ക്ലീറ്റ്. ടെൻഷൻ മെമ്പർ ഏതാ വരുന്നത് ഇതില്? ടൈ. ഓപ്ഷൻ സി. ടി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ടെൻഷൻ വരുമ്പോ ടൈ ആണ് വരുന്നത്. ലോഡ് ഓഫ് ഫർണിച്ചർ, ലഗേജ് എക്സെട്ര കംസ് അണ്ടർ. ഇതൊക്കെ ഏത് ലോഡായിട്ടാണ് വരുന്നത്? വിൻഡ് ലോഡ്, സ്നോ ലോഡ്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ്. ഏതായിരിക്കും വരിക? എന്തായാലും വിൻഡും സ്നോ അല്ല. പിന്നെ ഏതാ വരിക? ഫർണിച്ചറും ലഗേജ് ഒക്കെ വരുമ്പോ ലൈവ് ലോഡാണ് വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്തത് ദി പ്രൊജക്ടിംഗ് സ്റ്റോൺ യൂഷ്വലി പ്രൊവൈഡഡ് ടു serve as support for roof truss, beam, weather shed, etc. Sill, corbel, course, cornice. ഏതായിരിക്കും വരാം? പ്രൊജക്ടിംഗ് സ്റ്റോൺ. സോ കോർബൽ. ഓർണമെന്റൽ സ്റ്റോൺ ചോദിച്ചിരുന്നു എന്ന് വെച്ചാൽ cornice ആണ്. ഓക്കെ. ഇനി ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് to strengthen a wall of irregular small stones. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഇറഗുലർ സ്റ്റോൺസ് വെച്ചിട്ട് ഇടയിൽ ഒരെണ്ണം ഒരു ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു ഇത് കൊടുക്കും. അതിനെന്താ നമ്മൾ പറയാ? സ്ട്രിങ് കോഴ്സ്, പ്ലിന്ത്, ലേസിംഗ് കോഴ്സ്, കോപ്പിംഗ്. ഏതാണ് വരാ? ലേസിംഗ് കോഴ്സ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്, ലേസിംഗ് കോഴ്സ്. അടുത്തത് ദി എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് at right angles to the doors or window frames is called jam, reveal, apex, label. ഏതാണ് വരുന്നത്? റിവീൽ. ഓപ്ഷൻ ബി. അപ്ലയൻസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ദി സ്റ്റോൺ. സ്റ്റോൺ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? മാഷ് ഹാമർ, ട്രവൽ, സ്പിരിറ്റ് ലെവൽ, ലീവിസ്. ഏതാണ് വരിക? 239. ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത്, ലീവീസ് ആണ് പറഞ്ഞത്. അടുത്തത് ഫോർ ഓർഡിനറി ഡബിൾ സ്റ്റോറി ബിൽഡിംഗ്
The type of foundation to be used is നമ്മുടെ സാധാ ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിനൊക്കെ 2 നില വീടിനൊക്കെ നമ്മൾ ഏത് ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്? ഓക്കെ, സ്പ്രെഡ്, റാഫ്റ്റ്, വെല്ല്, പിയർ. ഏതായിരിക്കും? ആലോചിച്ചാൽ നമുക്ക് അറിയാവുന്നുള്ളൂ. ഏതായിരിക്കും നമ്മൾ കൊടുക്കുക? ഒരു സാധാ സ്പ്രെഡ് ഫുട്ട്. അടുത്തത്, എ സിനിമ ഹൗസ് ഇസ് an എക്സാമ്പിൾ ഓഫ് ബിസിനസ്, റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ, പബ്ലിക് ബിൽഡിംഗ്. ഏതാ വരുന്നത്? അതേതാ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ? ബിസിനസ് ആണ് എന്തെങ്കിലും കൊടുത്തിരിക്കുന്നത്. ബിസിനസ് അല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ. ബിസിനസ്. ഓക്കെ, ഓപ്ഷൻ എ, ബിസിനസ് ബിൽഡിംഗ്. A wall constructed to resist the pressure of an earth filling is called breast wall, buttress, cut-off wall, retaining wall. ഏതാണ് വരുന്നത്? ഇതിന് ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് റീറ്റെയിനിങ് വാൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. വാൾ കൺസ്ട്രക്റ്റഡ് ടു റെസിസ്റ്റ് ദി എർത്ത് ഫില്ലിങ്ങിന്റെ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് റീറ്റെയിനിങ് വാൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, the temporary watertight structure used for excluding water from a given area is called caisson, dam, coffer dam, box caisson. ഏതാണ് വരിക? Coffer dam. Option C. ടെമ്പററി വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, വാട്ടർ ആ ഒരു ഗിവൺ ഏരിയയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് കോപ്പർ ഡാം എന്ന് പറയുന്നത്. അടുത്തത്, എ പിച്ച്ഡ് റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ ഓൾ ദി ഫോർ ഡയറക്ഷനിലേക്കും പിച്ച് ചെയ്യുന്ന സ്ലോപ്പ് ചെയ്യുന്ന ആ ടൈപ്പ് റൂഫിനെ നമ്മൾ എന്താ പറയാ? ഹിപ്പ്ഡ് റൂഫ്. ഓപ്ഷൻ ബി. അടുത്ത 245, മെസനൈൻ ഫ്ലോർ മീൻസ് ഹൈറ്റ്. എന്താണ്? കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 sides, കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 rooms, കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 floors, all of the above. ഏതാണ് വരുന്നത്? ഇതല്ലേ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 floors ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ സി. മെസനൈൻ ഫ്ലോർ മീൻസ് ഹൈറ്റ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 ഫ്ലോർസിന്റെ ഇടയിൽ വരുന്നതാണ് മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഡോർ ഫ്രെയിംസ് ആർ സെക്യൂർഡ് ടു സൈഡ് വാൾ വിത്ത് സിൽ, ഹോൺ, ഹെഡ് ആൻഡ് പോസ്റ്റ്. ഏതായിരിക്കും വരിക? 246. ഡോർ ഫ്രെയിംസ് ആർ സെക്യൂർഡ് ടു സൈഡ് വാൾ ബൈ എന്ത് വെച്ചിട്ടാ? ഹോൺ. ഓപ്ഷൻ ബി, ഹോൺ. അടുത്തത് 247, brick partition walls will have a thickness of 2.5, 1.5, 3.5, half brick. ഏതാണ് പാർട്ടീഷൻ വാളിനൊക്കെ നമ്മൾ ഏതാ കൊടുക്കാറ്? ഹാഫ് brick. Wall constructed for backing portion of a road on the downhill side is parapet wall, breast wall, retaining wall, compound wall. Retaining wall. Option C. അടുത്തത്, the usual proportion of cement concrete adopted for roof slab. RCC roof slabന് ഏതാണ് പ്രൊപ്പോർഷൻ കൊടുക്കുക? 1:6:12, 1:2:4, 1:5:10 and 1:4:8. റൂഫ് സ്ലാബിന് ഏതാണ് കൊടുക്കുക? 1:4. The sloping member which supports the steps in a stair is called string, rise, soffit, riser. ഏതായിരിക്കും ഈ തന്നിരിക്കുന്നതില്? സ്ലോപ്പിംഗ് മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? സ്ട്രിങ്. അടുത്തത്, the masonry work unfinished in a days is ended stepped manner. Okay, ആ സ്റ്റെപ്ഡ് മാനറിൽ എൻഡ് ചെയ്യുന്നതിന് എന്താണ് പറയാ? ബാക്കിംഗ്, റേക്കിംഗ് ബാക്ക്, ഫേസിംഗ്, ടൂത്തിങ്. ഏതായിരിക്കും? സ്റ്റെപ്ഡ് മാനറിൽ കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ? റേക്കിംഗ് ബാക്ക്. ഓപ്ഷൻ ബി. അടുത്തത്, the vertical members of timbering directly resist the pressure from side of a trench is called sheathing, bracing, strut and cleat. ഏതാണ്? വെർട്ടിക്കൽ മെമ്പർ ഓഫ് ടിമ്പറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ഇതിൽ വരിക? ഷീറ്റിംഗ് ആണ്. ഓപ്ഷൻ എ.
അടുത്തത് എക്സ്റ്റേണൽ കോർണർ ഓഫ് എ വാൾ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന അതേതായിരുന്നു? എക്സ്റ്റേണൽ കോർണർ ഓഫ് എ വാൾ എന്ന് പറയുന്നത് കോയിൻ. ഓപ്ഷൻ ഡി. സ്ക്വിന്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആംഗിൾ എങ്ങനെയാ വരുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഫസ്റ്റ്. അതർ ദാൻ 90 ഡിഗ്രി. ലെസ് ദാൻ എന്ന് പറയുന്നില്ല, അത് ഗ്രേറ്ററോ ആവാം. അതർ ദാൻ 90 ഡിഗ്രി വരെയാണ് കേട്ടോ. അടുത്തത് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് സ്കഫോൾഡിംഗ് ഈസ് കോൾഡ്. സ്കഫോൾഡിംഗിലേക്ക് ഹൊറിസോണ്ടൽ മെമ്പറിന് എന്താണ് പറയുക? സ്റ്റാൻഡേർഡ്സ്, ഫുട്ലോക്സ്, ലെഡ്ജസ്, ബ്രേസസ്. ഇത് എടുത്തായിരുന്നോ? സ്കഫോൾഡിങ്ങിന്റെ ഒക്കെ ഭാഗം എത്തിയിട്ടില്ലല്ലോ. അപ്പൊ എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാന്നുള്ളത്. ഏതാണ് വരിക? അറിയോ അത്? ഹൊറിസോണ്ടൽ മെമ്പറിന് എന്താ പറയാന്നുള്ളത്? ലെഡ്ജേഴ്സ്. ഓപ്ഷൻ സി ലെഡ്ജേഴ്സ് ആണ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഓഫ് സ്കഫോൾഡിങ്ങിന് പറയുന്നതാണ്. അതിൽ ഓരോ മെമ്പേഴ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, പിന്നെ അങ്ങനെ ബ്രേസസ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെമ്പേഴ്സിന് പറയുന്നതാണ്. അപ്പൊ അതിന് ഹൊറിസോണ്ടൽ മെമ്പറിന് പറയുന്നത് ലെഡ്ജേഴ്സ്. അടുത്തത് additional vertical member used to divide the shutter frame in the panels of door is called mullion, stile, rail, ledge. ഏതാണ് വരിക? mullion. ഓപ്ഷൻ എ. അടുത്തത് a small opening provided over a door or window is called fan light, lantern light, skylight, north light. ഏതായിരിക്കും? fan light. നോർത്ത് ലൈറ്റ് നമ്മൾ എവിടെയാ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ? ഫാക്ടറി ബിൽഡിംഗ്. ഓക്കെ. ദി വിൻഡോ പ്രൊവൈഡഡ് അറ്റ് ദി ഗേബിൾ എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ് ഈസ് കോർണർ, ബേ, ഡോർമർ വിൻഡോ, ഗേബിൾ വിൻഡോ. ഏതായിരിക്കും വരാ? ഗേബിൾ എൻഡിൽ കൊടുക്കുന്നതോ ഏതായിരിക്കും? ഗേബിൾ വിൻഡോ. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബ്ലാക്ക് കോട്ടൺ സോയിൽ? അത് ചോദിക്കാറുള്ളതാണ്. ബ്ലാക്ക് കോട്ടൺ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി എത്ര? 15. ഓപ്ഷൻ ബി. അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളൂ അത്. 15 ton per meter square. അടുത്തത് ദി നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് ഇൻ കിങ് പോസ്റ്റ് ട്രസ് ഈസ് 0, 3, 2, 1. എത്ര എണ്ണമാണ് നമ്മൾ വെർട്ടിക്കൽ പോസ്റ്റ് കിങ് പോസ്റ്റിൽ നമ്മൾ എത്ര എണ്ണമാണ് കൊടുക്കാറുള്ളത്? എത്ര വരുന്നത്? 1. ഓപ്ഷൻ ഡി 1. അതിന്റെ സ്പാൻ എത്രയാ കിങ് പോസ്റ്റിന്? 5 to 8. The foundation of a building consists of a RCC slab covering the entire area. ഏതാ വരുന്നത്? മൊത്തം ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആ ഫൗണ്ടേഷൻ എന്താ പറയാ? entire ഏരിയ റാഫ്റ്റ് ഫൗണ്ടേഷൻ. റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താട്ടോ ഇന്നത്തെ 260 ക്വസ്റ്റ്യൻസ് വരെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഈ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ ഇത്രയും എടുത്ത ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചിട്ട് വരാം. 2 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരാം. നാളെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്നുള്ള ഒരു ബിലോ 10 ക്വസ്റ്റ്യൻസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം പ്രീവിയസ് ആയിട്ടുള്ള ഉണ്ടായിരുന്നത് തന്നെ FM, അതുപോലെ സർവേ, പിന്നെ ഏതായിരുന്നു? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇത്രയല്ലേ ഉണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും ഏരിയ എന്നുള്ളത് നന്നായി പഠിച്ചിട്ട് വരാം. എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മിസ്സേ, ചോദിച്ചു പറഞ്ഞു. ഒരു ഡൗട്ട്. 160ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? തിക്നെസ് ഓഫ് ബ്ലാക്ക് പോളിത്തീന്റെ അതില് മുമ്പത്തെ ബി ആയിരുന്നു, അല്ല ഡി ആയിരുന്നു. 0.5 to 1 mm ആയിരുന്നു. ഓപ്ഷൻ ഡി ആണോ മാർക്ക് ചെയ്തിരുന്നത്? ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറയാം. Ise 91. 91? ആദ്യത്തെ ക്ലാസ് എത്തില്ല അത്. 90. അത് ആൻസർ ആണോ? ഡോൾഫിൻ. ഫെൻഡർ ആണോ? ക്ലസ്റ്റർ ഓഫ് പൈൽസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ആർ ഡ്രിവൺ അറൌണ്ട് ദി പിയേഴ്സ് ടു പ്രൊട്ടക്ട് ദം അഗൈൻസ്റ്റ് ദി ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ്. ഡോൾഫിൻ ആണല്ലോ അത് വരാം. ഏതാ വർക്ക് ചെയ്തിരിക്കുന്നത്? ഡോൾഫിൻ ആണ്. ഡോൾഫിൻ അല്ലേ? സെന്റർ സിംഗിൾ ആയിട്ടാ വരുന്നത്. ക്ലസ്റ്റർ ഞാനും ആ വേർഡാണ് ഓർത്ത് വെച്ചിട്ടുള്ളത്. ക്ലസ്റ്റർ ഓഫ് പൈൽ എന്ന് പറയുമ്പോൾ അത് ഡോൾഫിൻ ആണെന്നാണ് ഞാനും പഠിച്ചിട്ടുള്ളത്.
ഓക്കെ ഓക്കെ മിസ്. മിസ്സേ ഈ 4 ഡയറക്ഷനിലോട്ടും സ്ലോപ്പിംഗ് വന്ന റൂഫിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഹിപ്പാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹിപ്പാണ്. അത് അതിലെ ഓപ്ഷൻ അതേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതിൽ ഓരോ കണ്ടീഷൻസ് വരുമ്പോഴാണ് അതിന്റെ പേര് മാറി വരുന്നത്. ഓക്കെ ഓക്കെ മിസ്. പിന്നെ മിസ്സേ 69ാമത്തെ ആ ഒരു പ്രോബ്ലം ഉണ്ടായില്ലേ? അത് പറഞ്ഞിട്ടില്ല അല്ലെ? പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അതൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ ലീവ് ചെയ്യട്ടെ ഞാന്. ഓക്കെ, താങ്ക് യു.